സൗന്ദര്യം അധാർമിക സ്വഭാവത്താൽ നശിപ്പിക്കപ്പെടുന്നു. കുലീനമായ ജനം മോശമായ പെരുമാറ്റം, പഠനം പൂർണ്ണത കൈവരിക്കാതെ ശരിയായി വിനിയോഗിക്കാത്തതിനാൽ സമ്പത്തും. ചാണക്യൻ തിരക്കേറിയ നഗരമായ ലുമിനയിൽ വാർഷിക കണ്ടുപിടുത്തക്കാരുടെ മേളയ്ക്ക് പേരുകേട്ട അന്നയും എലറിയും എന്ന 2 സഹോദരിമാരാണ് താമസിച്ചിരുന്നത്. വെള്ളിമുടിയും തിളങ്ങുന്ന കണ്ണുകളുമുള്ള അന്നയുടെ സൗന്ദര്യം നിഷേധിക്കാനാവാത്തതായിരുന്നു. നേരെ മറിച്ച് എലാര അവളുടെ ഊർജം ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ച് ടിങ്കറിംഗ് ചെയ്തു. അവളുടെ വസ്ത്രങ്ങൾ ഗ്രീസ് കറകളാൽ നിത്യമായി അലങ്കരിച്ചിരിക്കുന്നു. കണ്ടുപിടുത്തക്കാരുടെ കുടുംബത്തിൽ ജനിച്ച അനിയ വരാനിരിക്കുന്ന മേളയെ തന്റെ മനോഹാരിത പ്രകടിപ്പിക്കാനും ബഹുമാനപ്പെട്ട ജിജിയായ കാസ്പിയൻ രാജകുമാരന്റെ ഹൃദയം നേടാനുമുള്ള അവസരമായി കണ്ടു. അതേസമയം തന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം അനാച്ഛാദനം ചെയ്യാനുള്ള അവസരമായി എലർ ഇതിനെ കണ്ടു. സ്വയം വൃത്തിയാക്കുന്ന ഒരു കാറ്റാടിയന്ത്രം, അത് കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കും. ലുമിനയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനം അവഗണിച്ചുകൊണ്ട് അനിയ തന്റെ രൂപം പൂർണ്ണമാക്കാൻ ആഴ്ചകളോളം ചെലവഴിച്ചു. എല്ലാ ന്യായമായ പങ്കാളികൾക്കും ഇത് ആവശ്യമാണ്. സമൂഹത്തിന്റെ പ്രതീക്ഷകൾ മറന്ന എലാര അവളുടെ ആവേശം പകർച്ചവ്യാധിയായ തന്റെ കാറ്റാടിയന്ത്രത്തെ പരിപൂർണമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മേള എത്തി. മിന്നുന്ന പുഞ്ചിരിയോടെ അനിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചു. എന്നിരുന്നാലും ലുമിനയുടെ സ്ഥാപക കണ്ടുപിടുത്തക്കാരെക്കുറിച്ചുള്ള ഒരു ചരിത്രപരമായ ചോദ്യം അവതരിപ്പിച്ചപ്പോൾ ഉത്തരം നൽകാൻ കഴിയാതെ അവൾ പതറി. ജനക്കൂട്ടത്തിന്റെ പ്രശംസ നിരാശയിലേക്ക് വഴിമാറി. എലർ ആദ്യം പരിഭ്രാന്തിയിലായിരുന്നെങ്കിലും തന്റെ കാറ്റാടി യന്ത്രം കാണിച്ചു. അതിന്റെ ഗംഭീരമായ രൂപകൽപ്പനയും കാര്യക്ഷമമായ ശുചീകരണ സംവിധാനവും കാണികളെ മയക്കി. ലുമിനയുടെ ജലക്ഷാമം പരിഹരിക്കാനുള്ള അതിന്റെ ചാതുര്യത്തിലും കഴിവിലും മതിപ്പുളവാക്കിയ കാസ്പിയൻ രാജകുമാരൻ എലറയെ വിജയിയായി പ്രഖ്യാപിച്ചു. തുടക്കത്തിൽ നിരാശ തോന്നിയെങ്കിലും എലറയുടെ സൃഷ്ടിയുടെ ആഘാതത്തിന് സാക്ഷ്യം വഹിച്ച അനിയയ്ക്ക് തിരിച്ചറിവിന്റെ ഒരു വേദന അനുഭവപ്പെട്ടു. അറിവിന്റെ പിൻബലമില്ലാതെ അവളുടെ സൗന്ദര്യം അവളെ പരാജയപ്പെടുത്തി. സഹോദരിമാർ തങ്ങളുടെ ബന്ധം നന്നാക്കി. എലാരയുടെ കണ്ടുപിടുത്തത്തിന് വേണ്ടി വാദിക്കാൻ തന്റെ മനോഹാരിത ഉപയോഗിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. അതേസമയം കണ്ടുപിടുത്തത്തിന്റെ അത്ഭുതങ്ങൾ അനിയയെ പഠിപ്പിക്കുമെന്ന് എലാര വാഗ്ദാനം ചെയ്തു. വൻതോതിലുള്ള ഉൽപാദനത്തിനുള്ള ധനസഹായം ഉറപ്പാക്കിക്കൊണ്ട് അവർ ഒരുമിച്ച് കാറ്റാടി രാജാവിന് സമ്മാനിച്ചു. അവരുടെ സംയോജിത പ്രയത്നത്തിൽ ലുമിന പൂത്തുലഞ്ഞു. അന്യയുടെ സാമൂഹിക സ്വാധീനം എലറയുടെ ചാതുര്യത്തെ പ്രോത്സാഹിപ്പിച്ചു. പ്രചോദനവും അതുല്യതയും. ഈ കഥ ഉദ്ധരണിയുടെ തനതായ പോയിന്റുകൾ ആപേക്ഷികമായ രീതിയിൽ എടുത്തുകാണിക്കുന്നു. സൗന്ദര്യം മങ്ങുന്നു, പക്ഷേ സ്വഭാവം തിളങ്ങുന്നു. അന്യയുടെ സൗന്ദര്യത്തിന് അവളുടെ അറിവില്ലായ്മ നികത്താൻ കഴിഞ്ഞില്ല. പഠനത്തിലൂടെയും നല്ല സ്വഭാവത്തിലൂടെയും ആന്തരിക സൗന്ദര്യം വളർത്തിയെടുക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. പൈതൃകം സ്വയം നിർമ്മിതമാണ്. അന്യയുടെ സാമൂഹിക നിലവാരം ഇല്ലാതിരുന്നിട്ടും എലർ തന്റെ കണ്ടുപിടുത്തങ്ങളിലൂടെ സ്വന്തം പാത വെട്ടിത്തുറന്നു. നമ്മുടെ സ്വന്തം നേട്ടങ്ങൾക്കായി പരിശ്രമിക്കാനും പാരമ്പര്യ പദവിയെ ആശ്രയിക്കാതിരിക്കാനും ഇത് നമ്മെ പ്രചോദിപ്പിക്കുന്നു. അറിവിന് പ്രവർത്തനം ആവശ്യമാണ്. എലാരയുടെ കാറ്റാടി യന്ത്രം അത് പൂർണ്ണമാക്കുന്നത് വരെ ഒരു ആശയം മാത്രമായി തുടർന്നു. നല്ല മാറ്റം സൃഷ്ടിക്കാൻ നമ്മുടെ അറിവ് ഉപയോഗിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. ലക്ഷ്യമില്ലാതെ സമ്പത്ത്, വിഭവങ്ങൾ അർത്ഥശൂന്യമാണ്. രാജാവിന്റെ വിഭവങ്ങൾ എലറയുടെ കണ്ടുപിടുത്തവുമായി ചേർന്ന് സമൃദ്ധി കൊണ്ടുവന്നു. നമ്മുടെ വിഭവങ്ങൾ ഉത്തരവാദിത്തത്തോടെയും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കാനും ഇത് നമ്മെ പ്രചോദിപ്പിക്കുന്നു. ലളിതവും എന്നാൽ ശക്തവുമായ സന്ദേശം. വ്യത്യസ്ത ശക്തികളുള്ള സഹോദരിമാർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനാകുമെന്ന് ഈ കഥ കാണിക്കുന്നു. നമ്മുടെ ആരംഭ പോയിന്റ് പരിഗണിക്കാതെ തന്നെ ആന്തരിക സൗന്ദര്യം, അറിവ്, നമ്മുടെ വിഭവങ്ങളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗം എന്നിവയുടെ സംയോജനത്തിലാണ് യഥാർത്ഥ മൂല്യം അടങ്ങിയിരിക്കുന്നതെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലളിതവും എന്നാൽ ശക്തവുമായ ഈ സന്ദേശം ലോകത്തിന് അർത്ഥപൂർണമായി സംഭാവന ചെയ്യുന്ന നല്ല വ്യക്തികളാകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.